അറിവ് നേടുന്ന വിഷയത്തിൽ ഒരു മുസ്ലിം എത്രത്തോളം ജാഗ്രത കാണിക്കേണ്ടതുണ്ട്, താല്പര്യം കാണിക്കേണ്ടതുണ്ട് എന്ന വിഷയം പരാമർശിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. ഒട്ടേറെ കാര്യങ്ങൾ ആ വിഷയമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വിശദമായി തന്നെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ത്വലബുൽ ഇൽമി ഫരീളത്തുൻ അലാ കുല്ലി മുഅ്മിൻ. ഓരോ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അറിവ് നേടുക എന്നത് നിർബന്ധമായ ഒരു കാര്യമാണ് എന്നതാണ്. പിശാചിനെ സംബന്ധിച്ചിടത്തോളം പിശാചിന് യഥാർത്ഥ ആബിദുകൾ, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന വ്യക്തികൾ പിശാചിനെ സംബന്ധിച്ചിടത്തോളം പിശാചിനൊരു ബുദ്ധിമുട്ടാണ്. അവൻ്റെ പ്രവർത്തന മേഖലയിൽ അവർ തടസ്സമാണ്. എന്നാൽ ഒരു ആലിമായൊരു മനുഷ്യൻ, ഒരു ഇൽമുള്ള പണ്ഡിതനായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾ പിശാചിനെ സംബന്ധിച്ചിടത്തോളം 1000 ആബിദുകളെക്കാൾ ശല്യമാണ് എന്നതാണ്. പിശാചിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു ആബിദായ ഒരു മനുഷ്യൻ തന്നെ പിശാചിനെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം ബുദ്ധിമുട്ടാണോ, പിശാചിൻ്റെ പ്രവർത്തന മേഖലക്ക് എത്രത്തോളം തടസ്സമാണോ, എന്നാൽ അത്തരം 1000 ആബിദുകളെക്കാൾ കൂടുതൽ ഒരു പിശാചിന് അസഹനീയനായ ഒരു വ്യക്തിയാണ് ഒരു ആലിം എന്നതാണ്. കാരണം ഒരു ആലിമിൽ നിന്നുണ്ടാകുന്ന, ഒരു പണ്ഡിതനിൽ നിന്നുണ്ടാകുന്ന പ്രവർത്തനങ്ങൾ സമൂഹത്തെ അത്രയധികം സ്വാധീനിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാരുടെ മരണം എന്ന് പറയുന്നത് തീർച്ചയായും മുസ്ലിം സമൂഹത്തിന് ഒരു തീരാ നഷ്ടം തന്നെയാണ്. നമ്മുടെ സമകാലിക സമൂഹവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുമ്പോൾ ഈ അടുത്ത കാലത്ത് മരണപ്പെട്ട ഷെയ്ഖ് റബീ ഇബ്നു ഹാദി അൽ മദ്ഖലിയെ പോലെയുള്ള പണ്ഡിതന്മാർ, അതേപോലെ നമുക്കറിയാം സൗദി അറേബ്യയിലെ ഗ്രാൻഡ് മുഫ്തി ആലു ഷെയ്ഖ് റഹിമഹുല്ലാ, അവരെല്ലാവരും തന്നെ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് യാത്രയായി. ഇത്തരം ഒരു അവസരത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു വിടവ് നികത്താനുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ നമുക്ക് എത്രത്തോളം സാധ്യമാകുന്നുണ്ട് എന്നതാണ്. സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു മരണപ്പെട്ടപ്പോൾ ആ ഒരു അവസരത്തിൽ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നിങ്ങൾ ഇദ്ദേഹത്തെ ദഫൻ ചെയ്യുമ്പോൾ തീർച്ചയായും ഒരു കൂട്ടം ഇൽമുകളെയാണ് നിങ്ങൾ ദഫൻ ചെയ്യുന്നത്. ഇതേ ഒരു വാക്യം തന്നെ ഉമർ റളിയല്ലാഹു അൻഹു മരണപ്പെടുമ്പോൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവും പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും. നിങ്ങൾ ഒരു കൂട്ടം ഇൽമിനെയാണ് ദഫൻ ചെയ്യുന്നത്. മൗത്തുൽ മുസ്ലിമി സൽമത്തുൽ ലിൽ ഇസ്ലാം, മൗത്തുൽ ആലിമി സൽമത്തുൽ ലിൽ ഇസ്ലാം. ഓരോ പണ്ഡിതന്റെയും മരണം എന്നത് ഇസ്ലാമിലൊരു വിടവ് തന്നെയാണ് സൃഷ്ടിക്കുന്നത്. ഇവിടെ പണ്ഡിതന്മാരാരും പിന്നീട് ഉയർന്നു വന്നിട്ടില്ലെങ്കിൽ ഇന്നല്ലാഹ ലാ യഖ്ബിലുൽ ഇൽമ ഇൻതിസാഅൻ യൻതസിഉ മിൻ ഇബാദിഹി, അല്ലാഹു ഒരിക്കലും ഒറ്റയടിക്ക് ഇൽമിനെ പിടിച്ചെടുക്കുകയില്ല, ഉയർത്തുകയില്ല. വലാകിൻ യഖ്ബിലുൽ ഇൽമ ബിഖബ്ലിൽ ഉലമാ, പണ്ഡിതന്മാരെ മരിപ്പിച്ചുകൊണ്ടാണ് അല്ലാഹു ഇൽമിനെ ഉയർത്തുന്നത്. ഹത്താ ഇദാ ലം യബ്ഖാ വാഹിദൻ ഇത്തഖദൻ നാസ് റൂസൻ ജുഹാല. അങ്ങനെ ഒരു ഇൽമുള്ള ആളും അവശേഷിക്കാത്ത അവസരം വരുമ്പോൾ ജനങ്ങൾ അറിവില്ലാത്തവരെ ഇമാമുകളാക്കി നിർത്തുന്നു. ഫസുഇലു ഫഫ്തു ബിഗൈരി ഇൽമിൻ വളല്ലു വഅദല്ലു, അവരോട് ഫത്വകൾ ചോദിക്കുകയും അവർ തെറ്റായ ഉത്തരങ്ങൾ നൽകുകയും സ്വയം പിഴയ്ക്കുകയും മറ്റുള്ളവരെ പിഴപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ പണ്ഡിതന്മാർ മരിക്കുമ്പോൾ തീർച്ചയായും യുർഫഉൽ ഇൽമ വയസ്ബിത്തുൽ ജഹൽ, അറിവ് ഉയർത്തപ്പെടുകയും അതോടെ അജ്ഞത വ്യാപകമാവുകയും ചെയ്യുന്നു. ഈ ഒരു അവസ്ഥയെ നമ്മൾ ഗൗരവപൂർവ്വം നോക്കിക്കാണുകയും നമ്മൾ കാര്യമായ പ്രവർത്തനങ്ങൾ ആ മേഖലയിൽ ചെയ്യുകയും ചെയ്യേണ്ടതുണ്ടെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും.